മമ്പറം മക്കാമും അജ്മീർ മക്കാമും ഒക്കെ കേരളത്തിലേ ഉള്ളൂ. മക്കത്തും മദീനത്തും പോയി നോക്കുക, അവിടെയൊന്നും ഒരു മക്കാമും ഒരു കുബ്ബയും കാണുകയില്ല. ഇത് പറയുമ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലെ ചരിത്രത്തെക്കുറിച്ചാണല്ലോ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മക്കാമ്, ഫാത്തിമത്തു സഹ്റാവിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ, അതുപോലെ ഈ മണ്ണിലുണ്ടായിരുന്ന വലിയ വലിയ മസാറുകൾ, മക്കാമുകൾ, അതിമനോഹരമായ കുബ്ബകൾ, ഇന്നതിന്റെ ചിത്രം അൽഹംദുലില്ലാഹ് ചരിത്രത്തിന്റെ ഭാഗമായി എല്ലാവരുടെയും കയ്യിലുണ്ട്. ചിലര് പറയും പണ്ടത്തെ ആളുകളുടെ ഹജ്ജ് ആയിരുന്നു ഹജ്ജ്, ഇപ്പോഴും വരുന്നവരൊക്കെ വിമാനത്തിൽ, സ്റ്റാർ ഹോട്ടലിൽ, സന്തോഷത്തിൽ. ഇത് ആക്ഷേപിച്ച് പറയേണ്ട ഒരു കാര്യമല്ല കേട്ടോ. ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ. ഇത് ആക്ഷേപിക്കുകയാണെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മദീനത്തെ പള്ളി എങ്ങനെയായിരുന്നു? ഓലമേഞ്ഞ പള്ളിയല്ലേ, മണൽപ്പരപ്പുകളിലല്ലേ നിസ്കരിച്ചത്? പിന്നീട് ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒക്കെ വികസിപ്പിച്ചു. പരിശുദ്ധ മക്കയിൽ തന്നെ കാണാം, ഈ ആധുനിക കാലഘട്ടത്തിലെ വികസനത്തിന്റെ ഭാഗമായി അള്ളാഹ് എന്ന് പലയിടത്തും ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സങ്കടം തോന്നാറുണ്ട്. പരിശുദ്ധ മക്കയിലെ തവാഫ്, മസ്അ, സഫ, മറുവ ആകെ പരിശോധിച്ചാൽ ഹബീബായ സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധ നാമം കൊത്തിവെക്കാൻ, ഉല്ലേഖനം ചെയ്യാൻ എന്തോ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ജല്ല ജലാലു എന്ന് പലയിടത്തും കാണുന്നുണ്ട്. ഈ അള്ളാഹുവിനെ നമുക്ക് എവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഈ അള്ളാഹുവിനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു? മുഹമ്മദുൻ റസൂലുള്ളാഹി, ആ പരിശുദ്ധ പേരും ബന്ധവുമല്ലേ നമ്മെ ആ വഴിയിലേക്ക് എത്തിച്ചത്. മക്കയിൽ ക്ലോക്ക് ടവറിന്റെ അടുത്ത് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അഭിമാന പുരസ്സരം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. തരീഖുൽ ഹിജ്റയിൽ എത്തിയപ്പോൾ 4 ബസ്സിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിശ്വാസികൾ, സ്ത്രീകളും വയസ്സായ പുരുഷന്മാരും ഒക്കെ ഉണ്ട്. കൈ കെട്ടി തടവ് പുള്ളികളെപ്പോലെ വണ്ടിയിലിരിക്കുകയാണ്. ഓർഡർ അങ്ങനെയാണ്. അവർക്ക് നേതൃത്വം നൽകുന്ന അമീറുമാരും ഉണ്ട് വണ്ടിയിൽ. മിണ്ടാൻ പാടില്ല, എഴുന്നേൽക്കാൻ പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വശഫീഇനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. ഇന്നി ഇദാ സാമനി ളൈമുൻ യുറവ്വിഉനി അഖൂലു യാ സയ്യിദസ് സാദാതി യാ സനദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2024 ഫെബ്രുവരി 29 പരിശുദ്ധ മദീന മുനവ്വറയിൽ റൗള ഷരീഫിന്റെ ചാരത്ത് അൽ ഖുബ്ബത്തുൽ ഖദറാ ആത്മതലത്തിലും മനോദർപ്പണത്തിലും ബാഹ്യദൃഷ്ടിയിലും ഒരുപോലെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഹജ്ജ്, സിയാറത്ത്, ഉംറ സംബന്ധമായ ആലോചനകൾ നാം ഇപ്പോൾ നടത്തുമ്പോൾ വല്ലാത്ത കൗതുകം, സന്തോഷം, ആത്മാഭിമാനം തോന്നുകയാണ്. പഴയകാല ഹജ്ജ്, ഉംറ, സിയാറത്ത് യാത്രകളുടെ ത്യാഗം, വിഷമങ്ങൾ, പ്രയാസങ്ങൾ അതെല്ലാം അപേക്ഷിച്ച് ഇന്ന് എന്തുമാത്രം സുഖ സൗന്ദര്യങ്ങൾ, സൗകര്യങ്ങൾ നമുക്കെല്ലാവർക്കും ഇന്ന് ലഭിച്ചു. ഏത് സന്ദർഭത്തിലും നമ്മുടെ മനസ്സിലെ സമർപ്പണമനുസരിച്ച് അള്ളാഹുവിൻ്റെ
സംപ്രീതിയെ മാത്രം പ്രതീക്ഷിച്ച് നിയ്യത്ത് നന്നാക്കി ചെയ്യുമ്പോൾ അല്ലാഹു തആല അത് സ്വീകരിച്ചാൽ അതാണ് മൂല്യവത്തായ ഹജ്ജും സിയാറത്തുമൊക്കെ. ബാഹ്യ പ്രകടനങ്ങളുടെ രീതിയേക്കാൾ 1989 ഈ വിനീതൻ ഒറ്റയ്ക്ക് ആദ്യമായി ഹജ്ജ് യാത്രയ്ക്ക് പരിശുദ്ധ ഭൂമിയിൽ വന്നത്. പിന്നീട് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഹജ്ജ് ഉംറ സേവന സംഘം ആദ്യമായി ആരംഭിക്കുന്നത് 91 പല ഇസ്ലാമിക മുന്നേറ്റങ്ങൾക്കും തുടക്കം കുറിച്ച അനുഗ്രഹീതനായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ 1991 SYS ഹജ്ജ് സംഘം രൂപപ്പെടുന്നത്. അതിനു മുൻപ് വ്യവസ്ഥാപിതമായ ഒരു ഹജ്ജ് സംവിധാനം കേരളത്തിൽ നിന്ന് ഒരു പാർട്ടിക്കും പ്രസ്ഥാനത്തിനും സംഘത്തിനും ട്രാവൽസിനും ഉണ്ടായിരുന്നില്ല. നാദാപുരത്തെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ യൂസുഫ് ഹാജി എന്ന മാന്യ വ്യക്തി ആ ഭാഗത്ത് പെരിങ്ങത്തൂരൊക്കെ ഉള്ള കുറച്ച് ആളുകളെ കൂട്ടി ഹജ്ജിന് കൊണ്ടുവന്നിരുന്നു. അതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലാതെ ഇന്ന് നൂറുകണക്കിന് ഹജ്ജ് ഗ്രൂപ്പുകൾ ഈ സേവന രംഗത്ത് സജീവമാണ്. അന്നാരും ഈ രംഗത്തില്ല. ഓർക്കുകയാണ് 1991 കോഴിക്കോട് നിന്ന് SYS ഹജ്ജ് ബാച്ച് 57 പേരാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്. ആ തുടക്കം മുതൽ ദീർഘമായ 14 വർഷം കേരളത്തിലെ വ്യവസ്ഥാപിതമായ ആദ്യത്തെ ആ ഹജ്ജ് ഉംറ സംഘത്തെ സേവിക്കുവാൻ നേതൃത്വം നൽകുവാനുള്ള മഹത്തായ ഭാഗ്യം ഈ വിനീതന് ലഭിക്കുകയുണ്ടായി. അല്ലാഹു തആല അത് സ്വീകരിച്ചു തരട്ടെ എന്നാണ് എപ്പോഴുമുള്ള പ്രാർത്ഥന. 91 ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് സംഘത്തിൽ ഒരാൾക്ക് ആകെ ചെലവ് 56,000 രൂപ മാത്രമായിരുന്നു. ഇന്നത് സ്വകാര്യ രംഗത്ത് 7 ലക്ഷവും 8 ലക്ഷവുമായി. ഈ 3 പതിറ്റാണ്ടുകളുടെ വ്യത്യാസം എല്ലാ രംഗത്തും മാറിക്കഴിഞ്ഞു. അന്ന് കോഴിക്കോട് നിന്ന് തീവണ്ടി മുഖേന ബോംബെയിലെത്തി അവിടെ 1-2 ദിവസമൊക്കെ താമസിച്ച് ജിദ്ദയിൽ വന്ന് പരിശുദ്ധ മക്കയിൽ ഹജ്ജിന്റെ അടുത്ത് വരെ താമസിക്കും. ഹജ്ജിന്റെ മുന്നോടിയായി മദീന മുനവ്വറയിലേക്ക് യാത്ര വന്ന് 8 ദിവസം 40 ജമാഅത്ത് മദീന മുനവ്വറയിൽ ലഭിക്കുന്ന രൂപത്തിലുള്ള സംവിധാനമായിരുന്നു. സാഹസികമായ ത്യാഗം നിറഞ്ഞ ഓരോ ഓർമ്മകൾ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, യാത്രയുടെ കാര്യത്തിൽ എല്ലാം പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു. ഇന്നോ എല്ലാ സംഘങ്ങൾക്കും ഭൗതിക സംവിധാനങ്ങൾ വല്ലാതെ ലഭിച്ചു. അൽഹംദുലില്ലാ. സൗകര്യമുണ്ടാകുമ്പോഴും വിഷമമുണ്ടാകുമ്പോഴും ഒക്കെ അല്ലാഹു തആല സ്വീകരിച്ചു കിട്ടിയാൽ അതാണ് വിഷയം. 91 മുതൽ ഹജ്ജ് സംഘത്തെ നയിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങൾ ഇന്ന് ഓർത്തെടുക്കുമ്പോൾ എന്തെല്ലാം പറയാനുണ്ട്. കാര്യമായും പരിശുദ്ധ മക്കയിലും മദീനയിലും വന്ന ഇസ്ലാമികമായ നേതൃത്വപരമായ ഭരണപരമായ മാറ്റങ്ങൾ തന്നെ. അന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മഹബത്തിന്റെ, സ്നേഹത്തിന്റെ എന്തെങ്കിലും ഒരു നീക്കങ്ങൾ മദീന മുനവ്വറയിൽ സയ്യിദു ശുഹദാഇ സയ്യിദുന ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ, അതുപോലെ അസ്ഹാബുൽ ബദരിയീൻ ബദറിൽ, അവിടെയൊക്കെയുള്ള സിയാറത്തിന് എന്തുമാത്രം വിലങ്ങുകളായിരുന്നു, എതിർപ്പുകൾ, ശിർക്ക് ആരോപണങ്ങൾ. എന്തിനധികം അന്നത്തെ അവസ്ഥ ഇന്ന് മദീന മുനവ്വറയിൽ റൗള ഷരീഫ് സിയാറത്ത് ചെയ്തപ്പോഴുണ്ടായ സൗകര്യവും സ്വാതന്ത്ര്യവും എന്തുമാത്രം
സന്തോഷകരാണ്. മുൻപ് അങ്ങനെയല്ല, മുതവ്വകളുടെ അരങ്ങേറ്റാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയാൻ വേണ്ടി പരിശുദ്ധ റൗളയോട് അഭിമുഖമായി നിൽക്കുമ്പോഴേക്ക് ചീത്തയാണ്, ആക്രോശമാണ്, ഷിർക്കിന്റെ ആരോപണമാണ്. ഇസ്ലാമിന്റെ പ്രമാണം അറിയാത്തത് കൊണ്ടോ പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനപരമായ കേന്ദ്രമാണിത്, ഹബീബ് റസൂലുള്ളാഹിയോടുള്ള മാനസിക അഭിമുഖം, അതിനെപ്പോലും വിലക്കി എതിർത്തു. പക്ഷെ ഇന്നതൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. അന്നവിടെ നേർക്കണ്ണുകൊണ്ട് കണ്ടതാണ്. റൗള ഷരീഫിൽ സിയാറത്ത് ചെയ്യുന്ന ആ സ്ഥലത്ത് യാ അല്ലാഹു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായും സ്വർണാങ്കിതമായി ഉല്ലേഖനം ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് ചിന്താധാരകളിൽ വന്ന പുത്തൻ കൂറ്റുകാര് യാ മുഹമ്മദ് എന്നത് നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾ റൗള ഷരീഫിൽ കണ്ടതും വായിച്ചെടുത്തതുമാണ്. യാ അല്ലാഹു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനലക്ഷങ്ങൾ അത് കണ്ടതാണ്. പിന്നീട് ഒരിക്കൽ കണ്ടു, യാ പോയി, മുഹമ്മദ് എന്ന് മാത്രമായി. പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ യാ മജീദ് എന്ന് നേരിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്നതിനെ വെട്ടിമാറ്റി യാ മജീദ് എന്നാക്കി. പൂർവകാല പണ്ഡിതന്മാരും സലഫു സ്വാലിഹും ഇസ്ലാമികമായി അംഗീകരിച്ച് നടപ്പിൽ വരുത്തിയ പലതും വെട്ടിമാറ്റി എഡിറ്റ് ചെയ്തു. അന്ന് റൗള ഷരീഫിന്റെ ചുവരുകളിൽ നിറഞ്ഞു നിന്നിരുന്ന തിരുനബിയോടുള്ള ഭക്തി പ്രകടനത്തിന്റെ പ്രകീർത്തന പ്രകാശനത്തിന്റെ വരികൾ അന്ന് തെളിഞ്ഞു കാണാമായിരുന്നു. വലിയ അക്ഷരങ്ങൾ, യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. റൗള ഷരീഫിന്റെ ചുവരിൽ ഭംഗിയായി വായിക്കാൻ കഴിയുമായിരുന്നു വലിയ അക്ഷരങ്ങൾ. ഇന്നി ഇദാ സാമനി ലൈമു യുറവ്യുനി അഖൂലു യാ സയ്യിദസ് സാദാത്തി യാ സനദി. ഉസ്മാനിയ ഖിലാഫത്തിൽ സയ്യിദി അബ്ദുൽ ഹമീദ് ഖാൻ എന്ന സുൽത്താന്റെ വരികളായി പ്രസിദ്ധമാണത്. അതൊക്കെ പിൽക്കാലത്ത് അപ്രത്യക്ഷമായി. എന്നാൽ ഇന്നും പലതും നിലനിൽക്കുന്നുണ്ട് എന്നത് ശ്രദ്ധയാണ്. എന്തുകൊണ്ടോ, യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ളമഹു ഫതാബ മിൻ ത്വീബിഹിന്നൽ ഖാഉ വൽ അകമു. സഹാബിമാരുടെ കാലം തൊട്ട് വിശ്വാസികൾ തിരുനബിയുടെ ഹദറത്തിൽ ചൊല്ലിപ്പോന്നതാണ്. ഇന്നും അവിടെ സലാം പറയുന്ന പരിശുദ്ധ പൂമുഖത്ത് സ്വർണാങ്കിതമായി കൊത്തിവെച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്നും എടുത്തി മാറ്റാൻ കഴിയില്ല. അല്ലാമ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സഹാബിമാര് ചൊല്ലിയ ഈ വരിയുടെ ചരിത്രം പറയുന്നുണ്ട്. തിരുനബിയോടുള്ള സ്നേഹ സംബോധനം, അല്ലാഹു ഇലാഹാണ്, അവൻ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ അവന്റെ ഹബീബായ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന്റെ വസീലയാണ് അള്ളാഹുവിലേക്കുള്ള. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഒന്നും ആരോപണത്തിന്റെ ആവശ്യമില്ല. ഇന്നും അവിടെ നമ്മൾ വായിച്ചു, നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു. പ്രവാചക പുങ്കവരെ, ശ്രേഷ്ഠ വ്യക്തിത്വമേ, അവിടുന്ന് അന്തി ഉറങ്ങുന്ന ഈ ഖബറു ഷരീഫിലേക്ക് ഞാനിതാ എൻ്റെ ആത്മസമർപ്പണം നടത്തുന്നു എന്ന് പറയുന്ന സഹാബിമാര് ചൊല്ലിയ വരികൾ. ഏതാവട്ടെ, മുൻപ് സിയാറത്ത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം അധിക്ഷേപങ്ങളായിരുന്നു. ഇസ്തഖ്ബിലിൽ ഖിബ്ല, ഖിബ്ലക്ക് തിരിഞ്ഞ് നിൽക്കണമെന്നായിരുന്നു ആക്രോശം. എന്നാൽ അതിൻ്റെ എത്രയോ മുൻപ് അൽ-ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ മദീന മുനവ്വറയിൽ അന്ന് സിയാറത്തിന് വന്ന അബൂ ജഅഫർ എന്ന ഭരണാധികാരിയോട് പറഞ്ഞത്,
ഹുവ വസീലത്തുക വ വസീലത്തു അബീക്. അള്ളാഹുവിലേക്കുള്ള താങ്കളുടെയും നമ്മുടെയും ഒക്കെ വസീലയാണ് റസൂലുള്ളാഹി. അങ്ങോട്ട് തന്നെയാണ് മുഖദർശനം നൽകേണ്ടത്. പ്രമാണങ്ങൾ അങ്ങനെയാണെങ്കിലും ഇടക്കാലത്ത് ചിലർ കയറി വന്നു, എല്ലാം ശിർക്കാക്കി അപകടമാക്കി മുസ്ലിംകളെ വല്ലാതെ വിഷമിപ്പിച്ചു. ഇന്നാകെയുള്ള സമാധാനം അത്തരം വേലിക്കെട്ടുകൾ സൗദി അറേബ്യയിൽ നിന്ന്, പരിശുദ്ധ മക്ക മദീന ഷാഇറുകളിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം. ജന്നത്തുൽ ബഖീഇൽ 10,000-കണക്കിന് സത്യവിശ്വാസികളും സഹാബത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യപ്രദേശമാണ്. അവിടെയൊക്കെ ചെന്ന് ഒന്ന് സലാം പറയുമ്പോഴേക്ക് അടിച്ചോടിച്ചിട്ടുണ്ട്, ആട്ടി ഓടിച്ചിട്ടുണ്ട്, പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് മുത്തവ്വകൾ, അറസ്റ്റ് ഭീഷണി നടത്തിയിട്ടുണ്ട്, നേരിട്ട് സാക്ഷിയായിട്ടുണ്ട് പലപ്പോഴും. ഇന്നതൊന്നുമില്ലാത്ത ഒരവസ്ഥ. സയ്യിദ് ഷുഹദാഇന്റെ അടുത്ത് ഉഹുദില് മര്യാദക്കൊന്ന് നിന്ന് സിയാറത്ത് ചെയ്ത് സലാം പറയുമ്പോഴേക്ക് ആട്ടി ഓടിക്കാൻ മുത്തവ്വകൾ വരുമായിരുന്നു. അനങ്ങാൻ വിടില്ല. സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, ഈ സമൂഹത്തിന്റെ പൂർവകാല മഹത് വ്യക്തിത്വങ്ങളോടുള്ള ഹൃദയബന്ധം കാണിക്കാനാണ് ഭൂഖണ്ഡങ്ങൾ താണ്ടി വിശ്വാസികൾ ഇവിടെ വരുന്നത്. അതിനെ മുഴുവൻ വിലങ്ങി വയ്ക്കൂ. എന്നാൽ ഇന്നതൊക്കെ മാറി. എന്തൊരു സുഖം! ഇന്നലെ രാത്രിയൊക്കെ റൗള ഷെരീഫിന്റെ പരിസരത്തൊക്കെ പള്ളിക്കകത്തു പോലും നഅത്തെ ഷെരീഫ് ചൊല്ലി, ബുറുദയിലെ ബെയ്ത്ത് ചൊല്ലി, മദ്ഹ് ഗീതങ്ങൾ ആലപിച്ച് ഹബീബ് റസൂലുള്ളാഹിയോട് സ്നേഹസല്ലാപങ്ങൾ നടത്തുന്ന ചെറു സംഘങ്ങളെ സന്തോഷപൂർവ്വം കാണുകയുണ്ടായി. എന്തൊരു മാറ്റമാണ് ഈ ഒരു 5-6 വർഷം കൊണ്ടുണ്ടായത്. പഴയ ഓർമ്മകളിലേക്ക് ഇനിയും പോയാൽ 91 ഹജ്ജ് സംഘത്തെയുമായി കേരളത്തിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ, പിന്നീട് SYS ഹജ്ജ് സംഘത്തിൽ എണ്ണം വർദ്ധിച്ചു. 500, 600, 1200 വരെയുള്ള ഹാജിമാരെ കൂടെ നയിക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. എല്ലാ വർഷവും തുടർച്ചയായി SYSന്റെ ഹജ്ജ് ടൂർ സംവിധാനം മുന്നോട്ടു പോയ ആരംഭത്തിൽ ചിലരൊക്കെ ചില അപശബ്ദങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കേരളത്തിലെ എല്ലാ സംഘടനകളും കക്ഷിഭേദമന്യേ അതൊരു അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി ഇന്നത് സജീവമായി നടത്തുന്നുണ്ട്. AP ഉസ്താദിന്റെ നേതൃത്വത്തിലുണ്ടായ അന്നത്തെ ഹജ്ജ് സംഘത്തിന്റെ എത്രയോ അഭിമാനം നിറഞ്ഞ രംഗങ്ങളുണ്ട്. ചിലതൊക്കെ ഓർത്തു പോവുകയാണ്. ഒന്നാമതായി അസ്ഹാബുൽ ബദരിയീൻ, ബദർ സന്ദർശനം. മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. ചെറുപ്രായം തൊട്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ കാവൽ ഭടന്മാരായി വർത്തിച്ച ബദരീങ്ങളെ ഒന്ന് നേരിട്ട് പോയി കണ്ട് ആ ബദർ പടക്കളത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രമാണത്. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. പഴയ കാലത്ത് കപ്പലിലൊക്കെ ഹജ്ജിന് വരുന്ന കാലത്ത് നാം കേട്ടിട്ടുണ്ട്, ബസ് അവിടെ നിർത്തും, ബദർ പരിസരത്ത് താമസിക്കും, ദീർഘമായി തന്നെ എല്ലാ സന്തോഷങ്ങളും പങ്കുവയ്ക്കും. പിന്നീട് അതൊക്കെ വിലക്കി എന്ന് മാത്രമല്ല, അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളെയൊക്കെ വഴിയിൽ തടഞ്ഞ് വളരെയേറെ വിഷമിപ്പിച്ച് മടക്കി അയക്കുമായിരുന്നു. ഈ വിനീതൻ 91, 92, 93 വരുമ്പോൾ ഈ മദീന മുനവ്വറയിൽ നിന്ന് ചില പ്രത്യേക ഡ്രൈവർമാരുടെ സ്വകാര്യ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പോവുക. ബഹ്റൈനിയിൽ നിന്നും AK കട്ടിപ്പാറ ഉസ്താദ്, ദുബൈയിൽ നിന്ന് TC ഉസ്താദ്, അവരൊക്കെ ഈ രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്തവരാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ സംഘം എന്നല്ല, 95, 2000 വരെയുള്ള കാലഘട്ടത്തിലൊക്കെ പരിശുദ്ധ മക്ക മദീനയിലെ ഏറ്റവും വലിയ ഒരു സംഘം എന്ന നിലക്ക് SYS ഹാജിമാർ തന്നെയായിരുന്നു. അവരുടെ കൂടെ ഖിദ്മത്തിന് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അന്ന് ബദറിലേക്ക് പോകുന്നത് മദീനയിൽ വെച്ചാണ്. ഇവിടെ നിന്ന് ഏറെക്കുറെ 150 കിലോമീറ്റർ. പക്ഷേ
പൊതുനിരത്തിലൂടെ പബ്ലിക്കായി പോകാൻ പറ്റില്ല. അറിഞ്ഞാൽ അപകടകരമായ അവസ്ഥയിൽ വിഷമിപ്പിക്കും. എന്നാൽ പരിചയസമ്പന്നരായ ഗൾഫ് ഭാഗത്തു നിന്ന് വരുന്ന അമീറുമാര് ഈ വിനീതനെയും കൂടെ കൂട്ടി ആ സംഘത്തിലേക്ക് ചേർത്തു. ഡ്രൈവർമാരുമായുള്ള ചെറിയ ഒത്താശയിൽ ബദറിലേക്ക് പോകും. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ സ്വകാര്യമായി പറഞ്ഞുറപ്പിക്കുന്ന വാഹനത്തിൽ കയറി 25 സീറ്റുള്ള പ്രത്യേകമായ ടെമ്പോ വാനുകൾ കാട്ടിലൂടെയാണ് പോവുക, മരുഭൂമികളിലൂടെ താണ്ടി. കാരണം ട്രാഫിക്കും മുത്തവ്വകളുടെ പരിശോധനയും മറ്റും ഒഴിവാക്കാൻ വേണ്ടി സങ്കീർണമായ ഒരു ജിഹാദായിരുന്നു ബദറിലേക്കുള്ള യാത്ര. എന്നാൽ വിശ്വാസികളുടെ മനസ്സിൽ എത്ര വിഷമിച്ചാലും ഈ ഹജ്ജ് ഉംറയ്ക്ക് വന്നിട്ട് ബദരീങ്ങളെയും കൂടെ ഒന്ന് നേരിട്ട് ചെന്ന് ആ ചരിത്ര ഭൂമി സന്ദർശിക്കാനുള്ള തിടുക്കം എല്ലാ വർഷവും അങ്ങനെ പോകുമായിരുന്നു. കുറേ ഭാഗം മരുഭൂമിയിലൂടെ താണ്ടി പൊടിപടലങ്ങൾ ആരും അറിയാതെ പതുക്കെ പോകും. ഒരിക്കലുണ്ടായ അനുഭവം ഓർത്തു പോവുകയാണ്. ഇന്നും ഈ രംഗത്തുള്ളവരൊക്കെ ഓർത്തു വയ്ക്കാൻ പറ്റൂ. ഇന്നങ്ങനെയല്ലല്ലോ, അൽഹംദുലില്ലാ. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് ബദറിലേക്ക് പോകാനുള്ള സംവിധാനം കൂട്ടമായി, പരസ്യമായി, സംഘടിതമായി ബദർ ശുഹദാഇന്റെ അടുത്ത് തന്നെ വാഹനം നിർത്തി ഏത് രീതിയിലും തവസ്സുലും ബെയ്ത്തും പാട്ടും ചെല്ലാനുള്ള സൗകര്യം ഇപ്പോഴുണ്ട്. അന്ന് അങ്ങനെയല്ല, പോകുന്നവരെ വഴിയിൽ തടയും. അവിടെ അഥവാ എത്തിച്ചേർന്നാലോ 10 മിനിറ്റ് 5 മിനിറ്റ് വലിയ ഒരു അപരാധം ചെയ്യുന്നത് പോലെ വേണം സിയാറത്ത് പൂർത്തിയാക്കി തിരിച്ചു പോരാൻ. എന്തുമാത്രം ത്യാഗങ്ങളാണ്. ഒരു വർഷമുണ്ടായത് ഇപ്പോഴും ഓർമ്മയുണ്ട്. കേരളത്തിൽ നിന്ന് ഏകദേശം SYS ഹജ്ജ് സംഘത്തിൽ 600 പേരുണ്ട് പോകാൻ ഒരുങ്ങി നിൽക്കുക. പക്ഷെ എന്തോ കാരണത്താൽ ചിലപ്പോൾ ഡ്രൈവർമാർക്ക് രഹസ്യ വിവരം കിട്ടിയിരിക്കും പരിശോധന രൂക്ഷമാണെന്ന്. ഏതായാലും ഞങ്ങൾ പറഞ്ഞുറപ്പിച്ച ഡ്രൈവർമാരെ കാണുന്നില്ല. സ്വാഭാവികമായും വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ബദർ യാത്ര ഇല്ല എന്നും പറഞ്ഞ് റൂമിൽ ചെന്ന് വിശ്രമിച്ചു. അപ്പോഴാണ് അന്ന് 4 ബസ്സിൽ 25 പേര് വീതം പോകാൻ എല്ലാം റെഡിയാക്കിയ കേരളത്തിലെ ഹാജിമാര്, SYSന്റെ പ്രിയപ്പെട്ട ആളുകൾ, ശരിക്കുമുള്ള വാഹനം വരുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ കുറെ ആളുകളൊക്കെ പിരിഞ്ഞു പോയെങ്കിലും അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അന്ന് സേവന രംഗത്തുണ്ടായിരുന്ന ചില അമീറമാര് ചില ഡ്രൈവർമാരുമായൊക്കെ സംസാരിച്ചപ്പോൾ ബദറിലേക്കല്ലേ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, കഥ അറിയാതെ അവർ പറഞ്ഞു. അത് വിരോധിക്കപ്പെട്ടതാണെന്നും പാസ്പോർട്ട് കൈവശം ഇല്ലാത്ത ഒരു യാത്രയാണെന്നും ഒന്നും അവർക്കറിയില്ലായിരിക്കും. ഏതായാലും 4 ബസ് സേവന രംഗത്ത് ചുമതലയുള്ള ഈ വിനീതൻ റൂമിൽ മദീനയിൽ കിടന്നുറങ്ങുകയാണ്. പക്ഷെ ഇത് പുതിയൊരു ഡ്രൈവറും പുതിയ വാഹനവും തരപ്പെട്ടു എന്ന സന്തോഷത്തിൽ സേവന രംഗത്തുണ്ടായിരുന്ന അമീറുമാരുടെ നേതൃത്വത്തിൽ 4 വണ്ടിയിൽ കയറിപ്പോയി ബദറിലേക്ക്. ഇതിന്ന് കേൾക്കുമ്പോൾ ഉദ്വേഗജനകമാണ്. അന്നത്തെ മെഡിക്കൽ ഓഫീസറായിരുന്നു ഡോക്ടർ അബ്ദുൽ സലാം. ഞങ്ങൾ റൂമിൽ കിടന്നുറങ്ങുന്നു. ഒരു 9 മണി സമയത്താണ് ടെലിഫോൺ വരുന്നത്. കാരണം ഹാജിമാരുടെ എല്ലാവരുടെയും ടാഗിൽ ഈ വിനീതൻ ഉപയോഗിക്കുന്ന ടെലിഫോൺ നമ്പറുണ്ട്. മദീനയിലെ വലിയ പോലീസ് മേധാവിയാണ് വിളിക്കുന്നത്. ഇത് മുത്തവ്വിഫിന്റെ നമ്പറാണെന്നാണ് അദ്ദേഹം കരുതിയത്. താങ്കളാണോ ഈ ഹാജിമാരുടെ ഉത്തരവാദി? മദീനയിൽ നിന്ന് 4 ബസ്സിൽ നിറയെ യാത്രക്കാരെ മൈതാനത്ത് മരുഭൂമിയിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്. അവരെ ഉടനെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. പാസ്പോർട്ടുകൾ ഉടനെ എത്തിക്കണം. ഇതായിരുന്നു സന്ദേശം. ഞെട്ടി ഉണർന്ന് ബേജാറായി. സുബ്ഹാനല്ലാഹ്, ഹജ്ജിന്റെ മുൻപ് ഹാജിമാര് വിഷമിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ? ആ പോലീസ് ഓഫീസറുടെ സ്ഥാനം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കി ഉടനെ ഡോക്ടർ സലാമും ഞാനും കൂടെ അങ്ങോട്ട് പോയ രംഗം ഓർമ്മയുണ്ട്. ഹാജിമാരുടെ ഒരു വിവരവും കിട്ടുന്നില്ല. 100ഓളം ഹാജിമാര് 4 വാഹനത്തിൽ കയറിപ്പോയിട്ടുണ്ട് എന്ന് മാത്രം അറിയാം. യഥാർത്ഥത്തിൽ ഈ സ്വകാര്യമായ ഒത്തുതീർപ്പൊന്നും അറിയാത്ത ഏതോ ഡ്രൈവർമാർ ഏതോ വഴിക്ക് പോയി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പിടിച്ചതാണ്. ഇവിടെയുള്ള പോലീസിന്റെ ഉന്നത മേധാവിയുമായി
വളരെ സങ്കടത്തോടെ സംസാരിച്ചു. ഹാജിമാര് നിരപരാധികളാണ്, ഒരു ചരിത്രഭൂമി കാണാൻ വേണ്ടി അവരാഗ്രഹിച്ചു, ഡ്രൈവർമാര് മറ്റേതോ വഴിക്ക് കൊണ്ടുപോയതായിരിക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്തെന്നില്ലാത്ത സഹകരണം കാണിച്ചു. ഈ വിനീതനോട് പറഞ്ഞു, എന്തായാലും ഹാജിമാരെ നാട്ടിലേക്ക് കയറ്റി അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തെർഹീലിൽ, അതായത് മക്കയിലേക്ക് ബസ് കയറ്റിയിടുന്ന സ്ഥലത്ത് ഹാജിമാരെ എത്തിച്ചിട്ടുണ്ട്. നീയാണ് അവരുടെ ഉത്തരവാദിയെങ്കിൽ പാസ്പോർട്ടുമായി പോയി അവരെ വേഗം തെർഹീലിൽ നിന്ന് മക്കയിലേക്കും അതുവഴി നാട്ടിലേക്കും വിടണം. കേണപേക്ഷിച്ചു, കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹം കനിഞ്ഞു. ഉടനെ തന്നെ കിട്ടുന്ന ടാക്സി പിടിച്ച് ഹാജിമാരുടെ പിറകെ ഓടുകയാണ്. ത്വരീഖുൽ ഹിജ്റയിൽ തെർഹീലിന്റെ സ്ഥലത്താണ് അവരുള്ളത് എന്ന് മനസ്സിലായി. ഈ പോലീസ് മേധാവിയുടെ ഒത്താശ കിട്ടി. അദ്ദേഹത്തിന് മനസ്സിലായി ഹാജിമാർ ഉത്തരവാദികളല്ലെന്നും ഡ്രൈവർമാര് തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോയതാണെന്നും ഒക്കെ. ത്വരീഖുൽ ഹിജ്റയിൽ എത്തിയപ്പോൾ 4 ബസ്സിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിശ്വാസികൾ, സ്ത്രീകളും വയസ്സായ പുരുഷന്മാരും ഒക്കെ ഉണ്ട്. കൈ കെട്ടി തടവ് പുള്ളികളെ പോലെ വണ്ടിയിലിരിക്കുകയാണ്. ഓർഡർ അങ്ങനെയാണ്. അവർക്ക് നേതൃത്വം നൽകുന്ന അമീറുമാരും ഉണ്ട് വണ്ടിയിൽ. മിണ്ടാൻ പാടില്ല, എഴുന്നേൽക്കാൻ പാടില്ല. അൽഹംദുലില്ലാ അവിടെ എത്തിച്ചേർന്നു. ഹാജിമാർക്ക് അമീർ എന്ന നിലക്ക് ഈ വിനീതനെ കണ്ടപ്പോഴുണ്ടായ ജീവൻ തിരിച്ചു കിട്ടിയ അവസ്ഥ. അവർക്ക് ഉറപ്പാണ് അവർ പിടിക്കപ്പെട്ടു, പാസ്പോർട്ട് എത്തി, മക്കയിലേക്കും അവിടുന്ന് നാട്ടിലേക്കും കൊണ്ടുപോകുമെന്ന ഭീഷണി. എന്തായാലും പതുക്കെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അവർ വിട്ടുതരാൻ തയ്യാറായി. ഇന്ന് ഓർമ്മയുണ്ട്, ത്വരീഖുൽ ഹിജ്റയിൽ നിന്ന് ബദറിലേക്ക് പോയ ഈ 100 ഹാജിമാരെയും ചെറിയ വാഹനങ്ങളിലായി പരിശുദ്ധ മദീനയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു. ആ വർഷം അതോടുകൂടി ബദർ സിയാറത്ത് ഇനി ഹാജിമാർക്ക് പ്രാപ്യമല്ല എന്ന് മനസ്സിലാക്കേണ്ടി വന്നു. എല്ലാ വർഷവും ഈ രീതിയിൽ കൊണ്ടുപോകാറുള്ളതാണ്. ഇപ്പൊ പിടിക്കപ്പെട്ടു, പല പേപ്പറുകളിലും എഴുതി കൊടുക്കേണ്ടി വന്നു. എന്നാൽ ആ വർഷം വിഷമിച്ചെങ്കിലും പിറ്റത്തെ വർഷം SYS ഹാജിമാരെയുമായി പരിശുദ്ധ മക്കയിലെത്തിയപ്പോൾ മക്കയിലെ മശായറുകളിലേക്ക് ഹാജിമാരെ കൊണ്ടുപോകുന്ന, തൻഈമിലേക്ക് ജറാനയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അബൂമാഹിർ എന്ന ഒരു വലിയ ബസ് കമ്പനി ഉണ്ട്. നല്ല ബന്ധമാണ് അവരുമായി. ഈ വിനീതൻ സംസാരിച്ചു, ബദറിലേക്ക് കൊണ്ടുപോകാൻ മക്കയിൽ നിന്ന് നിങ്ങൾക്ക് വല്ല സംവിധാനമുണ്ടോ? അദ്ദേഹത്തിനും ഇവിടെയുള്ള നിയമക്കുരുക്കുകളെ കുറിച്ചൊന്നും ബോധ്യമല്ല. എന്താണ് പോകുന്നതിന്? ഡീസലിന്റെ പ്രശ്നം ഇവിടെ ഇല്ല, നല്ല മെർസഡീസ് വലിയ വാഹനമുണ്ട്, ഞങ്ങൾ കൊണ്ടുപോകാം. ഒരാൾക്ക് വലിയ റേറ്റാണ് പറഞ്ഞത്. അന്ന് ഹജ്ജിന്റെ ചീഫ് അമീറായിരുന്ന മർഹൂം അവേലത്ത് കുഞ്ഞുസീദിക്കോയ തങ്ങൾ, അവേലത്തു തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു, കക്കാടെ എങ്ങനെയെങ്കിലും നമുക്ക് ബദറിൽ പോകാൻ പറ്റണം. മദീനയിൽ നിന്ന് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വന്നിട്ട് ഈ വർഷത്തെ ഹജ്ജിന് വരുമ്പോൾ ബദറിലേക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന സങ്കടത്തിലാണുള്ളത്. മക്കയിൽ നിന്ന് പോകാൻ കഴിഞ്ഞാൽ വലിയ ബസ്സല്ലേ, എത്ര പൈസ കൊടുത്താലും വേണ്ടിയില്ല. അങ്ങനെയാണ് പിറ്റത്തെ വർഷം മുതൽ അബൂമാഹിറിന്റെ ബസ്സിൽ കടമ്പകളെല്ലാം പ്രതിസന്ധികളെല്ലാം മറികടന്ന് പരിശുദ്ധ മക്കയിൽ നിന്ന് ഏകദേശം 300ഓളം കിലോമീറ്റർ ബദർ വരെ എല്ലാ വർഷവും ആ ഒരു വഴി അല്ലാഹു തആല തുറന്നു തന്നു. 10,000-കണക്കിന് ഹാജിമാരെ ബദരീങ്ങളുടെ പരിശുദ്ധ സവിധത്തിൽ എത്തിച്ച് സിയാറത്തിന് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള നേതൃത്വപരമായ പരിപാടിക്ക് സേവനം ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തന്നു. അപ്പോഴേക്ക് കേരളത്തിൽ നിന്നുള്ള മറ്റ് ചില പ്രസ്ഥാനങ്ങളും സംഘടനകളുമൊക്കെ ഹജ്ജ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്, പരിശുദ്ധ മക്കയിൽ നിന്ന് വലിയ ബസ്സിൽ ബദർ സിയാറത്ത് കഴിഞ്ഞ് SYS ഹാജിമാര് തിരിച്ചെത്തിയപ്പോൾ അത് ബദറിലൊന്നും ആയിരിക്കില്ല, ഏതോ മൈതാനത്ത് പോയി വന്നതായിരിക്കുമെന്ന് വരെ പരിഹാസപൂർവ്വം പറഞ്ഞവർ. പക്ഷേ തൊട്ടടുത്ത വർഷങ്ങളിൽ അബൂമാഹിറിന്റെ ബസ് കമ്പനി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയപ്പോൾ എല്ലാ പ്രസിദ്ധ ഹജ്ജ് സംഘങ്ങൾക്കും ബദറിലേക്ക് പോകാനുള്ള സൗകര്യം കൊടുക്കാൻ ഈ വിനീതൻ മുഖേന അവസരം ഉണ്ടായിട്ടുണ്ട്.
എന്തിനാണിത് പറയുന്നത്? അന്ന് ബദറിലെത്തിയാൽ ബേജാറാണ്. ഒന്ന് ചെന്ന് പെട്ടെന്ന് സിയാറത്ത് പൂർത്തിയാക്കി പോകണം. അവിടെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് ചെറിയ രീതിയിൽ, അപ്പോഴും പേടിയാണ്. മുത്തവ്വകളുടെ വണ്ടി വന്ന് ശിർക്കാരോപണം ഉന്നയിച്ച് ആട്ടി ഓടിക്കും. മക്കത്തും മദീനയിലും ഒക്കെ അന്നുണ്ടായിരുന്ന അവസ്ഥയും പിന്നീട് അബൂമാഹിറിന്റെ ഡ്രൈവർമാർ തന്നെ വേറെ സംഘങ്ങളായി പിരിഞ്ഞപ്പോൾ വളരെ ഉദാരമായി ബദറിലേക്ക് പോകാനുള്ള നിയമപരമായ സൗകര്യം ഇല്ലെങ്കിലും പോകാനുള്ള പ്രായോഗിക അവസരം കിട്ടി. എല്ലാ ഗ്രൂപ്പുകാരും പിന്നീട് സുലഭമായി ബദറിലേക്ക് പോകാൻ തുടങ്ങി. ഇതൊക്കെ പറയുന്നത് ഒരു കാലത്ത് വിലക്കും എതിർപ്പും ബുദ്ധിമുട്ടും സഹിച്ച് എന്നിട്ടും മുഅ്മിനീങ്ങളുടെ മഹബത്ത് മുൻപിലേക്ക് നിന്നു. അവർക്കത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നീട് എല്ലാവർക്കും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയോ അൽഹംദുലില്ലാ, ബദരീങ്ങളുടെ അടുത്ത് പോകാം, അവിടെ സന്തോഷകരമായി സിയാറത്തും പരിപാടികളും നടത്താം. മുത്തവ്വകളുടെ വിലക്കോ ഷിർക്ക് ആരോപണങ്ങളോ ഒരു കുഴപ്പമില്ല. മാസങ്ങൾക്ക് മുമ്പ് സയ്യിദ് ശുഹദാഇൽ ഉഹദിൽ പോയപ്പോഴും ഈ സൗകര്യം തന്നെയാണ് കണ്ടത്. എല്ലാ നിലക്കും സൗകര്യപൂർവ്വം സിയാറത്ത് ചെയ്യാം. അല്ലെങ്കിലും ഒരു ഭരണകൂടം അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? വിശ്വാസികൾ ഇവിടെ കടന്നു വരുമ്പോൾ അവര് പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെയും അവരുടെ നേതാക്കന്മാരുടെയും നിർദ്ദേശമനുസരിച്ച് അമലുകൾ പൂർത്തിയാക്കാനുള്ള സൗകര്യമാണല്ലോ ഇവിടെയുള്ള അധികൃതർ ചെയ്യേണ്ടത്. ഇന്ന് സൗദി അറേബ്യയുടെ ഭരണാധികാരികൾ അതാണ് ചെയ്തു തരുന്നത്. അതൊരിക്കലും ഔദാര്യമല്ല, ആജിമാരുടെ അവകാശമാണ്. എന്നാലും നമുക്ക് അഭിനന്ദിച്ചേ പറ്റൂ. അടുത്ത കാലത്തായി സൗദിയിൽ വന്ന പരിഷ്കരണങ്ങൾ, ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് വരുന്ന വികസന മുന്നേറ്റങ്ങൾ പലതും നന്മയാണ്. യാത്രക്കാർക്ക് സുഗമമായി വരാനും പോകാനും വിലക്കുകളില്ലാത്ത രൂപത്തിലുള്ള സ്വാതന്ത്ര്യം, അത് തന്നെ വലിയ കാര്യമാണ്. എന്നാൽ പരിഷ്കരണത്തിൻ്റെ പേരിൽ പലതും സുഖകരമല്ലാത്തതും നടക്കുന്നുണ്ട്. വികസനത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും പേരിൽ അതിൻ്റെ കെടുതി അത് മുസ്ലിം ഉമ്മത്തിന് വിഷമമില്ലാത്ത രൂപത്തിൽ നല്ല രീതിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ 91 മുതൽ എല്ലാ വർഷവും കേരളത്തിലെ ഹാജിമാർ SYS എന്ന ആ ബാനറിൽ, അക്കാലത്താണ് ഹജ്ജും ഉംറയും എന്ന ഹജ്ജ് സംബന്ധമായ ക്ലാസ് 5 മണിക്കൂർ ദൈർഘ്യമുള്ള ഗൈഡൻസ് നല്ല രീതിയിൽ പ്രസംഗിക്കുവാനുള്ള അവസരം ഉണ്ടായി. അതിൻ്റെ കാസറ്റുകൾ 10,000-കണക്കിന് തീർത്ഥാടകർ പിൽക്കാലത്ത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അക്കാലത്ത് തന്നെയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട ഗൈഡ് പുസ്തകം അൽ ഹജ്ജ് എന്ന സമഗ്രമായ ഒരു ഗ്രന്ഥം രചിക്കാനും അവസരമുണ്ടായി. അതെല്ലാം ഇന്നും സത്യവിശ്വാസികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസമാണ് വലുത്. നേരത്തെ പറഞ്ഞു 56,000 രൂപയായിരുന്നു 91-ൽ. പിന്നെ കുറേശ്ശെ വർദ്ധിച്ചു. അന്ന് ബോംബെ വരെ ട്രെയിനിൽ പോകണം. പിന്നീട് ഡൊമസ്റ്റിക് തുടങ്ങിയപ്പോഴും സൗകര്യങ്ങൾ തീരെ ഇല്ല. ബോംബെയിലൊക്കെ വല്ലാതെ കഷ്ടപ്പെടുമായിരുന്നു. ആദ്യമായി കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റായി ജിദ്ദയിലേക്ക് നേരിട്ട് എമിഗ്രേഷൻ നടത്തിയ ആദ്യ സംഘം, അതിലെ ആദ്യത്തെ ബോർഡിംഗ് പാസ് വാങ്ങാനുള്ള അവസരം വിനീതന് ലഭിച്ചിരുന്നു അന്ന്. പിന്നീട് ഹജ്ജ് സംഘങ്ങളൊക്കെ പലരും പല രീതിയിലും ഈ സേവന രംഗത്ത് വന്നു. ഇന്നും അത് നടക്കുന്നു. അതിൽ നല്ല സേവനങ്ങൾ, ആത്മീയമായ പരിരക്ഷകൾ, നല്ലപോലെ ക്ലാസും പ്രസംഗവും ഉചിതമായി നൽകുന്ന രീതി എല്ലാം ഉണ്ട്, അഭിനന്ദനാർഹമാണ്. അങ്ങിങ്ങായി നടക്കുന്ന ചൂഷണങ്ങളോ അല്ലെങ്കിൽ അബദ്ധങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. എന്തുമാവട്ടെ, പരിശുദ്ധ മദീനയിലും മക്കയിലും വന്നാലുള്ള അവസ്ഥ, അന്ന് സിയാറത്ത് ചെയ്യാനുള്ള സ്വസ്ഥതയില്ലായിരുന്നു. അത് ബദറിലായാലും ഉഹദിലായാലും റൗള ഷരീഫിലായാൽ പോലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ നമുക്കറിയാം, നൂറ്റാണ്ടിന് മുമ്പ് ഇസ്ലാമികമായി ഒരു പുത്തൻ ആശയത്തിൻ്റെ ആവിർഭാവം സൗദി അറേബ്യയെ കീഴടക്കുന്നതിന് മുൻപ് എല്ലാം ഉണ്ടായിരുന്നു.
ജന്നത്തുൽ ബഖീഅയിൽ സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാഇന്റെ വലിയ മനോഹരമായ കുബ്ബ, ഇന്നതിൻ്റെ ചിത്രങ്ങളുണ്ട്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമു ഷരീഫ് വലിയ കുബ്ബയുടെ ചിത്രം ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധ മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലെ മഖാമ് വലിയ കെട്ടിടായിരുന്നു, അംബരചുംബിയായിരുന്നു, മനോഹരായിരുന്നു. അപ്പോഴാദ്യം ഉണ്ടായിരുന്നു, പിന്നീട് പൊളിക്കപ്പെട്ട് തകർക്കപ്പെട്ട് പതിറ്റാണ്ടുകൾ അങ്ങനെ മുന്നോട്ട് പോയി. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ചില ഉൽപ്പതിഷ്ണുക്കളൊക്കെ പറയാറുള്ളത്, മമ്പുറം മക്കാമും അജ്മീർ മക്കാമും ഒക്കെ കേരളത്തിലേ ഉള്ളൂ, മക്കത്തും മദീനത്തും പോയി നോക്കുക, അവിടെയൊന്നും ഒരു മക്കാമും ഒരു കുബ്ബയും കാണുകയില്ല. ഇത് പറയുമ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിലെ ചരിത്രത്തെക്കുറിച്ചാണല്ലോ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മക്കാമ്, ഫാത്തിമത്തു സഹ്റാഇന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ, അതുപോലെ ഈ മണ്ണിലുണ്ടായിരുന്ന വലിയ വലിയ മസാറുകൾ, മക്കാമുകൾ, അതിമനോഹരമായ കുബ്ബകൾ, ഇന്നതിൻ്റെ ചിത്രം അൽഹംദുലില്ലാ ചരിത്രത്തിൻ്റെ ഭാഗമായി എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇന്നാകെ മാറി. ഇപ്പം അൽഹംദുലില്ലാ സൗദി അറേബ്യ ചരിത്രപരമായ ഒരു തിരിച്ചുപോക്കിലേക്കാണ് നാം അഭിമാനപൂർവ്വം കാണുന്നു. ജഹറാനയിലാകട്ടെ, ഹുദൈബിയയിലാകട്ടെ, മദീനയിലെ പല കേന്ദ്രങ്ങളിലും ചരിത്ര ഓർമ്മകൾ സംരക്ഷിക്കുന്ന ഉദാത്തമായ സേവനങ്ങൾ ഇവിടെ സർക്കാർ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. വിശ്വാസികൾ സന്തോഷിക്കും. മുമ്പ് ബദറിലേക്ക് സ്വസ്ഥമായി സിയാറത്ത് ചെയ്യാനൊന്നും ആർക്കും കഴിയുമായിരുന്നില്ല. അന്നത്തെ പെട്രോളിയം മിനിസ്റ്റർ ഡോക്ടർ മുഹമ്മദ് അബുദു യമാനി റഹ്മത്തുള്ളാഹി അലൈഹി ബദറുൽ കുബ്ര എന്ന ഗ്രന്ഥം രചിക്കാൻ അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്ന് ബദർ ശുഹദാക്കളുടെ പരിസരത്ത് സിയാറത്ത് നടത്തിയത് ചരിത്രത്തിലുണ്ട്. ഫോട്ടോ ഉണ്ട് നമ്മുടെ കയ്യിൽ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ സിയാറത്ത് ചെയ്യാൻ. ഇന്ന് എല്ലാവർക്കും ഉഹുദ് ഓപ്പണാണ്, ബദർ ഓപ്പണാണ്. അതുപോലുള്ള ചരിത്ര സ്ഥാനങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഏതൊരു സമുദായത്തിൻ്റെയും ചരിത്ര പൈതൃകം സൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കടന്നു വന്ന താവഴികൾ വിസ്മൃതമാകാൻ പാടില്ല. സൗദി അറേബ്യയുടെ ഉന്നതാധികാരികൾ ഇന്ന് നല്ല ഒരു രീതിയിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന് അഭിനന്ദനത്തോടുകൂടി നാം ഓർക്കുകയാണ്. എന്നാലോ വികസനത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും പേരിൽ സദാചാര രംഗത്ത്, ധാർമ്മിക രംഗത്തൊക്കെ അപകടകരമായ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൽ ദുഃഖമുണ്ട്. എന്തുമാകട്ടെ, പഴയകാല ഹജ്ജ് ഉംറ സിയാറത്തുകളെയും ഇന്നത്തെ ഹജ്ജ് സംഘങ്ങളെയും വിലയിരുത്തുമ്പോൾ എന്തുമാത്രം വ്യത്യാസങ്ങൾ. ഭക്ഷണത്തിനൊക്കെ ഉണ്ടായിരുന്ന അന്നത്തെ വിഷമങ്ങൾ ഇന്ന് മക്കത്തും മദീനത്തൊക്കെയുള്ള കാറ്ററിംഗ് കമ്പനികൾ, മലയാളികൾ തന്നെ സ്തുത്യർഹമായി ഭക്ഷണം, അതും മുന്തിയ തരത്തിൽ മൂല്യവത്തായ ഖിദ്മത്താണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത്തരം ഒരു സേവനം നല്ല രീതിയിൽ ചെയ്യുകയും, താമസം എവിടെ ആകട്ടെ, ചിലർ പറയും പണ്ടത്തെ ആളുകളുടെ ഹജ്ജായിരുന്നു ഹജ്ജ്, ഇപ്പോഴും വരുന്നവരൊക്കെ വിമാനത്തിൽ, സ്റ്റാർ ഹോട്ടലിൽ, സന്തോഷത്തിൽ. ഇത് ആക്ഷേപിച്ച് പറയേണ്ട ഒരു കാര്യമല്ല കേട്ടോ. ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം നമ്മൾ. ഇത് ആക്ഷേപിക്കുകയാണെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള മദീനത്തെ പള്ളി എങ്ങനെയായിരുന്നു? ഓലമേഞ്ഞ പള്ളിയല്ലേ, മണൽപ്പരപ്പുകളിലല്ലേ നിസ്കരിച്ചത്. പിന്നീട് ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒക്കെ വികസിപ്പിച്ചു. സയ്യിദന ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്തൊക്കെ നന്നായി വികസിപ്പിച്ചു. തിനബിയുടെ കാലത്ത് ഓലമേഞ്ഞ ഷെഡായിരുന്നു എന്ന് കരുതി പിന്നീട് അത് മാറ്റം വരുത്തേണ്ടതല്ലേ? കാലത്തിന്റെ സാഹചര്യം ഉൾക്കൊള്ളണം. ഒരു സമൂഹത്തിന്റെ വികസനത്തിന്റെ കൂടെ നിൽക്കണം. അതേത് ഭരണാധികാരിയും ചെയ്യും. അതൊന്നും ആക്ഷേപിക്കേണ്ടതല്ല. ഇന്ന് മദീന മുനവ്വറയിലെ അൽ ഖുബ്ബത്തുൽ ഖദ്റ, അൽ മസ്ജിദുൻ നബവി എന്തൊരു പ്രൗഢമാണ്. യൂറോപ്യൻ രാജ്യത്ത് നിന്ന്, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും ഇവിടെ വരുന്നവർ തങ്ങളുടെ അഭിമാന ഭാജനമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി, അതിൻ്റെ മിനാരങ്ങളും അതിൻ്റെ സ്തൂപങ്ങളും എന്ത് പ്രൗഢാണ്.
അതിൽ അഭിമാനമല്ലേ നമുക്ക് വേണ്ടത്? അന്ന് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലുള്ള ഓലമേഞ്ഞ പള്ളി തന്നെ ഇപ്പോഴും വേണമെന്ന് പറയുന്നത് എന്തുമാത്രം പിന്തിരിപ്പെന്നായാണ്. അങ്ങനെയാണെങ്കിൽ കാറും ബസ്സും ഒക്കെ ഒഴിവാക്കി ഒട്ടകപ്പുറത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. ഇത്തിബാഴ് എന്ന് പറഞ്ഞാൽ പൂർവികരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പുറത്തേക്ക് മാറുക, കാളവണ്ടിയിലേക്ക് പോവുക എന്നല്ല, ഓലമേഞ്ഞ പള്ളിയാക്കി മാറ്റുക എന്നല്ല. വികസനങ്ങൾ, സൗകര്യ സംവിധാനങ്ങൾ, അതൊക്കെ ആധുനിക ലോകത്തെ ഇപ്പോഴത്തെ അവസ്ഥക്ക് കിടപിടിക്കുന്ന രൂപത്തിൽ മുസ്ലിംകൾ വളരണം. ടെക്നോളജിയിൽ, നിർമ്മാണ രംഗത്ത് എല്ലാം വളരണം. ആ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം കൽബിലെ ഭക്തി, അതാണ് സൂക്ഷിക്കേണ്ടത്. മൂല്യം നിലനിർത്തിക്കൊണ്ട് ഈമാനികമായ അവസ്ഥ നിലനിർത്തുക. കൊട്ടാരത്തിൽ വസിച്ചാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹപൂർവം നമ്മുടെ മനസ്സകങ്ങളിൽ പാർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെയാണ് തഖ്വയുടെ നിലനിൽപ്പ്. ബിൽഡിങ്, കെട്ടിടങ്ങളൊക്കെ ഒന്ന് നന്നായാൽ നല്ല സൗകര്യത്തോടുകൂടി താമസിച്ച് മനസംതൃപ്തിയോടുകൂടി അമലുകൾ പൂർത്തിയാക്കാൻ കഴിയും. സാമ്പത്തികമായും സാമൂഹികമായും ഈ ഉമ്മത്തിന് അല്ലാഹു തആല എമ്പാടും നൽകി. പരിശുദ്ധ മക്കത്തുൽ മുക്കറമയിൽ തന്നെ എന്തു വലിയ വികസനാണ്. എല്ലാവർക്കും തവാഫും സഅയും ഒക്കെ ചെയ്യാം. ഇടക്ക് പറയട്ടെ, ഇവിടെ നിയന്ത്രണം വല്ലാതെ ഉണ്ട് മക്കത്തും മദീനത്തും. അതിനെയും ചില ആളുകൾ അധിക്ഷേപിക്കാറുണ്ട്. ശരിയല്ല. ഉലുൽ അംർ, ഭരണാധികാരികൾ, ഇവിടുത്തെ അവസ്ഥ അറിയുന്നവരാണ് അവർ. അതിനനുസരിച്ചുള്ള അച്ചടക്കത്തെ ക്രമീകരിക്കാൻ അവരെന്ത് നിയന്ത്രണമാണോ പറയുന്നത് അത് ഉൾക്കൊള്ളാനും അനുസരിക്കാനും നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അതിനെ പിറുപിറുത്ത് അതിനെ എതിർക്കുകയല്ല വേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ വൃത്തിയും ശുദ്ധിയും അച്ചടക്കവും സൗകര്യവും ഒക്കെ നിലനിർത്താൻ കഴിയും. ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ ഇന്നും ഇവിടുത്തെ ഭരണാധികാരികളുടെ ഈ ഉദാത്തമായ സേവനങ്ങൾ, സ്നേഹപൂർവം അവരോട് നന്ദിയുള്ളവരാണ് നമ്മൾ. അതോടൊപ്പം ആദർശപരമായി ഇസ്ലാമിക സമൂഹത്തിന്റെ പഴയകാല ഹക്ക്, സത്യമായ രീതി ഇന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു. മദീനത്തെ പള്ളിക്ക് അകത്തൊക്കെ ഉണ്ടായിരുന്ന നിരവധി ബോർഡുകൾ, നിരവധി ലിഖിതങ്ങൾ തകർക്കപ്പെട്ടു, മായ്ക്കപ്പെട്ടു. അതൊക്കെ പുനഃസ്ഥാപിക്കുവാനുള്ള സംവിധാനം തന്നെ തിരിച്ചു വരുമെന്ന ഒരവസ്ഥയിലാണ് നാം ഉള്ളത്. പരിശുദ്ധ മക്കയിൽ തന്നെ കാണാം, ഈ ആധുനിക കാലഘട്ടത്തിലെ വികസനത്തിന്റെ ഭാഗമായി അല്ലാഹ് എന്ന് പലയിടത്തും ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. സങ്കടം തോന്നാറുണ്ട്. പരിശുദ്ധ മക്കയിലെ തവാഫ്, മസ്അ, സഫ, മറുവ ആകെ പരിശോധിച്ചാൽ ഹബീബായ സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധ നാമം കൊത്തിവെക്കാൻ, ഉല്ലേഖനം ചെയ്യാൻ എന്തോ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാഹു ജല്ല ജലാലു എന്ന് പലയിടത്തും കാണുന്നുണ്ട്. ഈ അല്ലാഹുവിനെ നമുക്ക് എവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഈ അല്ലാഹുവിനെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു? മുഹമ്മദുൻ റസൂലുള്ളാഹി, ആ പരിശുദ്ധ പേരും ബന്ധവുമല്ലേ നമ്മെ ആ വഴിയിലേക്ക് എത്തിച്ചത്. മക്കയിൽ ക്ലോക്ക് ടവറിന്റെ അടുത്ത് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് അഭിമാന പുരസ്സരം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. വേറെ എവിടെയും കൂടുതൽ പരസ്യമായി കാണുന്നില്ല. എന്നാൽ മദീന മുനവറയിൽ അങ്ങനെയല്ല. അൽഹംദുലില്ലാ, പൂർവ്വകാല ആളുകൾ എഴുതിയത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ഘോഷങ്ങളായുള്ള വരികൾ എമ്പാടും ഇപ്പോഴും ഉണ്ട്. നല്ലപോലെ തെരഞ്ഞു നോക്കിയാൽ ഇന്നും കാണാം. ബിനൂരി റസൂലില്ലാഹി അശ്റാഖത്തിദ് ദുനാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധ്യാത്മിക ചൈതന്യത്തെയൊക്കെ പ്രകാശിപ്പിക്കുന്ന വരികൾ. അല്ലാഹുമ്മ ആമീൻ. അഹ്ലുസുന്നയുടെ പരിശുദ്ധ ദീനിന്റെ പൂർവകാല മഹാന്മാരുടെ വഴികൾ ഉൾക്കൊള്ളുന്ന വിധം സംരക്ഷിക്കുവാൻ, അതിന്റെ സേവകരാകാൻ അല്ലാഹു തആല നമുക്ക് അവസരം നൽകട്ടെ. ഇന്ന് നടക്കുന്ന ഹജ്ജ് ഉംറ സർവീസുകളെല്ലാം ആ രംഗത്തുള്ളവർ ഒന്നുകൂടി കൃത്യമായി സേവന രംഗത്ത് ആധ്യാത്മികമായ നനവോടുകൂടി ആത്മീയമായ പരിരക്ഷ നൽകിക്കൊണ്ട് തീർത്ഥാടകരെ സേവിച്ചാൽ തീർച്ചയായും ഈ സമൂഹത്തിന്റെ വലിയൊരു മുന്നേറ്റമായി അത് നിലനിൽക്കും. എല്ലാ ആളുകളും ആ രംഗത്ത് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ
ഒരു ഹജ്ജും ഒരു ഉംറയും കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്ക് ഭക്തിയുടെയും അറിവിൻ്റെയും ബോധത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും പുതിയ ഒരവസ്ഥയിലേക്ക് തീർത്ഥാടകർ ഉയർന്നു കഴിയും. അതാണ് നാം പ്രതീക്ഷിക്കേണ്ടത്, അതാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അള്ളാഹുവിനെ കൊണ്ട് തൗഫീഖ്. വബില്ലാഹി തൗഫീഖ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.